ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങളോടൊന്നൊരു തമാശ പറഞ്ഞാൽ പോകില്ല എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി കേട്ടോ. ഞാനും മനുഷ്യൻ തന്നെ അല്ലടാ. ഇന്നലെ നോക്കുമ്പോൾ നല്ല മഴയൊക്കെ പെയ്തേക്ക് അങ്ങനെ ഉറങ്ങിപ്പോയതാ. ഇന്ന് രാവിലെ അല്ല, വന്നിട്ട് ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചപ്പോഴാണെങ്കിൽ ഇന്നാണ് ഈ ക്ലാസ്സിലത്തെ ഇഫ്താർ വരുന്നു. അപ്പോൾ ഒക്കെപ്പാടായിട്ട് ആകേണ്ട തിരക്കായി. എന്നിട്ടിപ്പോൾ ഈ ഇഫ്താറും കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് ഈ അപ്ലോഡ് ചെയ്യേണ്ട കുറച്ച് നേരം മുമ്പാണ് ഞാൻ ഈ സംഭവങ്ങൾ മൊത്തം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് കുറവുകളുണ്ടാവും. അപ്പോൾ അതെല്ലാവരും ഒന്ന് നോക്കിയും കണ്ടും ചെയ്യുക. ഓക്കെ, നമുക്ക് എന്നാൽ ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് എൽഡർ ഓബേക്ക് പോയിസൻ്റെ 7th ഫോം എടുത്ത് നിൽക്കേണ്ടതായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് യോവണ് കയറിപ്പോയിട്ടും അവനൊന്നും പറ്റുകയും ചെയ്തില്ല. ആ ഒരു ലെവലിലായി നമ്മൾ നിർത്തിയത്. അപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ ബാക്കി നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇവിടെ സ്മോക്ക് ആയതുകൊണ്ട് എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. എന്താ അവിടെ സംഭവിച്ചുകൊണ്ട് നിൽക്കുന്നത്? യോബോങ്ങൊക്കെ ആണെങ്കിൽ ആകെ കരയാൻ തുടങ്ങി. മൈ ലോഡ്, നോ, ഇത്രയും പവർഫുള്ളായിട്ടുള്ളൊരു പോയിസണിന് നിങ്ങൾക്ക് എത്ര ഇൻറ്റേർണൽ പവർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ എൻ്റയർ ബോഡിയും ബോൺസും മെൽറ്റായി പോവും. എന്തിനാ അദ്ദേഹം ഈ പോയിസൺ സെക്റ്റിനെതിരെ തന്നെ പോയത്? പെട്ടെന്ന് നോക്കുമ്പോഴാണ് അവിടുന്ന് ബേക്ക് തെറിച്ച് വരുന്നത് കാണുന്നത്. അത് കണ്ടിട്ടാണെങ്കിൽ എല്ലാവരും ആകെ ഞെട്ടി നിൽക്കുക. പക്ഷെ അത് ഓബേക്കാണെന്നുള്ളത് ആർക്കും അറിയില്ല. അത് കഴിഞ്ഞു. അവന് ചവക്കാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ അവൻ കഴിച്ചു എന്നാണ് തോന്നുന്നത്. പക്ഷേ അപ്പോഴാണ് എല്ലാവരും ആ വീണ് കിടക്കുന്ന ആളെ ശ്രദ്ധിക്കേണ്ടത്. നോക്കുമ്പോൾ അത് ഓബേക്കാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. വെയിറ്റ്, അത് യോവണല്ല, പോയിസൺ സെക്റ്റ് ചീഫാണത്. അപ്പോഴാണ് നോക്കുമ്പോൾ പവർഫുള്ളായിട്ട് നമ്മുടെ മച്ചാൻ്റെ ഒരു പോസിങ്. ഇതൊക്കെ എന്ത് എന്നുള്ള രീതിക്ക് ഇതെങ്ങനെ സംഭവിച്ചു? എൽഡർ ബേക്കിൻ്റെ പോയിസൺ അവനെ എൻഡ്യൂർ ചെയ്യാൻ കഴിഞ്ഞോ? മൊരീം അലയൻസുമായിട്ടുള്ള വാറിൽ ഞാൻ കണ്ടിട്ടുള്ള പോയിസൺ സെക്റ്റിത്തെ ചീഫിൻ്റെ പോയിസൺ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അതിന് ജനസോഡിനുള്ളൊരു വെപ്പണായിട്ടാണ് കണക്കാക്കിയിരുന്നത് തന്നെ. എന്തിനേറെ പറയണോ, വൂട്ടാങ് സെക്റ്റിത്തെ ജനസിസ് മാസ്റ്ററായ മിയോങ് ഓക്ക് വരെ അദ്ദേഹത്തിൻ്റെ പോയിസണിൽ കംപ്ലീറ്റ്ലി ഡിസൻറ്റിഗ്രേറ്റഡ് ആയി പോയതായിരുന്നു. ഇത്രയും കാര്യങ്ങൾ എൻ്റെ ഈ 2 കണ്ണുകൾ കൊണ്ട് കണ്ടിട്ട് പോലും എനിക്കിപ്പോൾ ഇതൊന്നും വിശ്വസിക്കാൻ കഴിയണില്ല. ഒരു ഡിഫെൻസീവ് എനർജി യൂസ് ചെയ്തിട്ട് പോലും എൻ്റെ ബ്രസ്റ്റ് ബോൺ ബ്രോക്കനായി പോയി. അത് അവൻ്റെ ഇൻറ്റേർണൽ സ്ട്രെങ്ത്ത് മാത്രം സ്ട്രോങ് ആയതുകൊണ്ടല്ല, അവൻ്റെ ഫിസിക്കൽ സ്ട്രെങ്ത്ത് ഞാൻ വിചാരിച്ചതിനേക്കാളും അപ്പുറത്താണ്. അതുമാത്രമല്ല, അവൻ്റെ ആ റീജനറേഷൻ അബിലിറ്റി. ശരിക്കും നീ ആരാ? നീ ഒരു മനുഷ്യൻ തന്നെയാണോ? ആ, നീ എഴുന്നേറ്റോ? അത് കേട്ടപ്പോൾ ഓബേക്കൊന്ന് ഞെട്ടി. പെട്ടെന്ന് നോക്കുമ്പോൾ യോവോണ് ഡാൻസിങ് ബട്ടർഫ്ലൈ ടെക്നിക്കിൻ്റെ സീക്രറ്റായിട്ട് യൂസ് ചെയ്തിട്ട് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. കോപ്പ്, എൻ്റെ ആ സ്റ്റാഫും പോയല്ലോ. ഇത് കണ്ടിട്ട് എനിക്ക് വേറെ വഴിയില്ല എന്നാണ് തോന്നുന്നത്. പെട്ടെന്ന് നോക്കുമ്പോൾ ഓബേക്ക് ഒരു മനുഷ്യ ബോംബ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ അദ്ദേഹം മൊത്തത്തിലൊരു പോയിസണായിട്ടാണ് മാറി. അത് റിഫ്ലക്റ്റീവ് ഫോഴ്സ് അല്ലേ? ഞാനോ പെട്ടെന്ന് തന്നെ അലേർട്ട് കൊടുത്തു. ഈ വൈറ്റ് ഡ്രാഗൺ ബ്ലേഡ് യൂസ് ചെയ്ത് ഞാൻ ഈ പോയിസൺ എനർജി ബേക്ക് തള്ളുണ്ടെങ്കിൽ പോലും ഇത് കൂടുതൽ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് നോക്കുമ്പോൾ ഓബേക്ക് മുഴുവനായിട്ടും ആ ഫോമൊക്കെ ഉണ്ട് മാറി. എന്നിട്ട് ദേഷ്യത്തിൽ ആകെ അലറി വിളിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നാണെങ്കിൽ ഭയങ്കരമായിട്ട് പോയിസൺ എനർജി ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ പടരാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ആ പോയിസൺ എനർജിയും കൊണ്ട് യോവണിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. യോവണാണെങ്കിൽ ബേക്കൊക്കെ ഭയങ്കരമായിട്ടാണ് തെറിച്ചു പോയി. അതും അവൻ്റെ ആ വൈറ്റ് ഡ്രാഗൺ ബ്ലേഡ് യൂസ് ചെയ്തിട്ട് പോലും. ഇവിടെ എന്താ ഈ സംഭവിക്കണത്? അപ്പോൾ മുമ്പ് അദ്ദേഹം യൂസ് ചെയ്തിരുന്ന പോയിസൺ എനർജി അദ്ദേഹത്തിൻ്റെ ഫുൾ പവർ അല്ലേ? അദ്ദേഹം ഒരു പോയിസണസ് ഫോമല്ലേ എടുത്തിരിക്കണത്? ഇത് മൊത്തം കഴിഞ്ഞു. ഇനി ആരെക്കൊണ്ടും അദ്ദേഹത്തെ തടയാൻ കഴിയില്ല. ഡിസ്ട്രക്റ്റീവ് ഡിമോണിക് പോയിസൺ സ്റ്റേറ്റത്തെ 8th ആൻഡ് ഫൈനൽ സ്റ്റേജാണിത്. ഈ സ്റ്റേറ്റിലാണെങ്കിൽ നമ്മുടെ ബോഡി സ്വന്തമായിട്ടൊരു പോയിസണായി മാറുകയാണ് ചെയ്യുക. 7th ലെവല് 100 കൈൻഡ്സ് ഓഫ് പോയിസണ് കൺട്രോൾ ചെയ്യാനാണ് അലോ ചെയ്യുക. പക്ഷേ 8th ലെവലിലാണെങ്കിൽ അതിൻ്റെ 3 ഇരട്ടി പോയിസണ് നമ്മുടെ ബോഡിയിൽ ഒരു ഷീൽഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല, ഒരു പാറക്കല്ലിനെ ഉരുക്കണ അത്ര സ്ട്രോങ് ആയിട്ടുള്ള പോയിസൺ വരെ റിലീസ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നീ എന്നെക്കൊണ്ട് ഈ ഡിസ്ട്രക്റ്റീവ് ഡിമോണിക് പോയിസൺ സ്റ്റേറ്റത്തെ 8th ലെവൽ യൂസ് ചെയ്യിപ്പിക്കുന്നു. നിൻ്റെ ആ വെപ്പൺ കൊണ്ട് നിനക്കെന്നെ തടയാൻ പറ്റുമെങ്കിൽ തടയടാ. ഞാൻ നിന്നെ വെല്ലുവിളിക്കാണ്.
കണ്ടിട്ട് ഈ വൈറ്റ് ഡ്രാഗൺ ബ്ലേഡ് അവൻ്റെ മേത്ത് വർക്കാവില്ല എന്നാണ് തോന്നുന്നത്. യോവണ് നോക്കുമ്പോൾ ആ ബ്ലേഡ് റിലീസ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് നേരെ ആ ബ്ലേഡ് കൊണ്ട് താഴെ നിലത്ത് ഒരൊറ്റ ഇടേണ്ടി കൊടുത്തു. അപ്പം തന്നെ നോക്കുമ്പോൾ ഭയങ്കര ഒരു പവർഫുള്ളായിട്ടുള്ളൊരു എനർജി എന്നോട് ഫോം ചെയ്ത് വരാൻ തുടങ്ങി. എന്താ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കണേ? എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. വാങ്ഹ്യൂലൊക്കെ ആണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുക. മൈ ലോഡ്. അപ്പോൾ നിൻ്റെ ഈ ലിറ്റിൽ ട്രിക്സൊക്കെ യൂസ് ചെയ്ത് അവസാനം വരെ ഇത് കൊണ്ടുപോകാനാണോ നിൻ്റെ ഉദ്ദേശം? നോക്കുമ്പോൾ പെട്ടെന്ന് യോവൂണ് ആ ബ്ലാക്ക് സ്വേഡ് സമ്മൺ ചെയ്യാൻ തുടങ്ങി. അപ്പം തന്നെ ഓബേക്കിനാണെങ്കിൽ എന്തോ ഒരു തരം ഒരു സ്ട്രെയിഞ്ച് ഫീല് വരാൻ തുടങ്ങി. ഇത് എനിക്ക് മുമ്പ് തോന്നിയ ആ എനർജി തന്നെയല്ലേ? യോവോൻ്റെ കൈക്കാണെങ്കിൽ ആ സ്വേഡ് മുഴുവനായിട്ടും വരാൻ തുടങ്ങി. ഒരു സംശയമില്ല, ഇതത് തന്നെ. ഇതെന്തായാലും ഇനി ഡേഞ്ചർ ആവാൻ പോവുക. ഫസ്റ്റ് സ്ട്രൈക്ക് ഞാൻ തന്നെ എടുക്കണം. നീ ചാവടാ. ഓബേക്ക് നോക്കുമ്പോൾ ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു അറ്റാക്ക് തന്നെ യോവോൻ്റെ നേരെ കണ്ട് വിടാൻ തുടങ്ങി. പക്ഷേ അറ്റ് എ ടൈം തന്നെ യോവോൻ്റെ അടുത്ത് നിന്നും എന്തോ ആ ഒരു എനർജി വരുന്ന പോലെ ഓബേക്കിന് തോന്നി. പെട്ടെന്ന് നോക്കുമ്പോൾ യോവോണ് ആ ഒരു പോയ്സൻ്റെ ഇടയിൽ നിന്നൊക്കെ ആ ബ്ലാക്ക് സോഡും കൊണ്ട് നേരെ ഓബേക്കിൻ്റെ മുന്നിൽ കണ്ട് ചാടി. ഇത് കണ്ടപ്പോൾ തന്നെ ഓബേക്ക് ആകെ പേടിച്ചു. എന്താ ഇവിടെ സംഭവിക്കണത്? ഒബേക്കാണെങ്കിൽ ദേഷ്യത്തിൽ പിന്നെ അറ്റാക്ക് ഭയങ്കരമായിട്ട് കൂട്ടാൻ തുടങ്ങി. യോവണാണെങ്കിൽ ആ ഒരു ബ്ലാക്ക് സ്ക്വാഡിൻ്റെ ഒക്കെ പവറിൽ അതിൻ്റെ മുന്നിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. അത് കണ്ടിട്ടാണെങ്കിൽ ഓബേക്ക് ആകെ ഞെട്ടിപ്പോയി നിൽക്കുക. പെട്ടെന്ന് നോക്കുമ്പോൾ യോവണ് ആ ബ്ലാക്ക് സ്ക്വാഡും കൊണ്ട് ഓബേക്കിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ഓബേക്കിൻ്റെ മേത്തു നിന്നാണെങ്കിൽ ആകെപ്പാടെ ചോര ഇങ്ങനെ തെറിച്ചുകൊണ്ട് നിൽക്കുക. യോവണാണെങ്കിൽ ആകെ ദേഷ്യത്തിലാണ്. ഇവനെ ഇന്ന് തീർത്തേ അടങ്ങുമെന്നുള്ള രീതിക്ക്. പിന്നെ നോക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത് യോവോണ് ഓബേക്കിൻ്റെ കഴുത്തിൻ്റെ കൂടെ ആ ബ്ലാക്ക് സോഡും കൊണ്ട് ഇങ്ങനെ പോണതാണ്. എന്താ അവിടെ സംഭവിച്ചുകൊണ്ട് നിൽക്കണത്? ഈ പൊടി കാരണം എനിക്കൊന്നും കാണാൻ കഴിയണില്ല. നോക്കുമ്പോൾ പെട്ടെന്ന് ആരോ ഒരാൾ ആ പൊടിയുടെ ഒക്കെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരാൻ തുടങ്ങി. ആരാ അത്? സ്റ്റുഡൻസൊക്കെ ഭയങ്കര ആകാംക്ഷയോടെ അങ്ങനെ നോക്കാൻ തുടങ്ങി. നോക്കുമ്പോൾ ആകെ ചോരയിലിങ്ങനെ കുളിച്ച് നിൽക്കുന്ന യോവോണിനെയാണ് എല്ലാവരും കാണുന്നത്. പിന്നെയാണ് എല്ലാവരും യോവോൻ്റെ കൈയൊക്കെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അതൊരു തല, ഓബേക്കിൻ്റെ തല എന്നെ പിഴുതെടുത്തുക്കണു യോവോണ്. അത് കണ്ടിട്ടാണെങ്കിൽ സ്റ്റുഡൻസൊക്കെ ആകെ ഞെട്ടി നിൽക്കുക. സ്റ്റുഡൻസ് മാത്രമല്ല കേട്ടോ, സർ ലിയും ആ 9th എൽഡറും എല്ലാവരും ഞെട്ടി നിൽക്കുക ഓബേക്കിൻ്റെ തല എടുത്ത് കണ്ടപ്പോൾ. ഗ്യൂ ആണെങ്കിൽ ഇത്രയും നേരം കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ യോവോണിനെ കണ്ടപ്പോഴാണ് ചെറുതായിട്ടെങ്കിലും ഒരു ആശ്വാസമായത്. അതുപോലെ തന്നെയാണ് നമ്മളെ യോവോങ്ങൻ തന്നെ ഭയങ്കര കരച്ചിലായിരുന്നു. മൈ ലോഡ്, യോവോൺ അവൻ ആ പോയിസൺ സെക്ട് ചീഫിനെ കൊന്നു. എനിക്കത് വിശ്വസിക്കാനേ കഴിയണില്ല. അവൻ എൽഡർബേക്കിനെ അദ്ദേഹത്തിൻ്റെ പോയിസണസ് ഫോമിലാകുമ്പോൾ തന്നെ കൊന്നോ? എനിക്ക് പോലും ധൈര്യമല്ല അദ്ദേഹത്തിൻ്റെ ആ പോയിസണായിട്ടുള്ള തലയെടുക്കാൻ. അവൻ മാർഷൽ ആർട്സിനെ കുറിച്ച് അറിയാത്ത ഒരു ഓർഡിനറി ബോയ് മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൻ ഈ 4 വർഷത്തെ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഈ കൾട്ടത്തെ വൺ ഓഫ് ദി ടോപ്പ് മാർഷൽ ആർട്ടിസ്റ്റുമാരിൽ ഒരാളായി മാറി. ഇത് കണ്ടിട്ടാണെങ്കിൽ നമ്മുടെ ഷാഡോ സെക്ട് യങ് മാസ്റ്ററായ മുയോൺ ചിയോണ് ആകെ ദേഷ്യത്തിൽ നിൽക്കുക. അവൻ്റെ കൈയൊക്കെ ചുരുട്ടി പിടിച്ചിട്ട് അതിൽ നിന്നിങ്ങനെ ചോര വരാൻ തുടങ്ങി. അവൻ്റെ ഫോളോവേഴ്സും ഇത് ശ്രദ്ധിക്കുന്നുണ്ട്, അവൻ്റെ ഈ ദേഷ്യം. യങ് ലോഡ് മുയോൺ ചിയോൺ, അവൻ ശരിക്കും ചിയോൺ ബ്ലഡ് ലൈനിൻ്റെ ഒരു പിൻഗാമി തന്നെയാണ്. പക്ഷേ ഞാനിപ്പോൾ അവനെക്കുറിച്ച് ആലോചിച്ച് വെറി ചെയ്ത് നിൽക്കുക. അവനെ കൊല്ലാൻ വേണ്ടി എൽഡർബേക്ക് പബ്ലിക്കലി പോയ്സൺ യൂസ് ചെയ്തു. അതുകൊണ്ട് തന്നെ യോവോൺ അദ്ദേഹത്തിനെ കൊന്നു. ഇത് ജസ്റ്റിഫൈഡ് ആണ്. പക്ഷേ ചീഫ് പോയ പോയ്സൺ സെക്ട് ഇനി എങ്ങനെ റിയാക്ട് ചെയ്യുക? അതുപോലെ തന്നെ മറ്റുള്ള 5 സെക്റ്റും എങ്ങനെ റിയാക്ട് ചെയ്യുക? അതൊക്കെയാണ് ഇനി അറിയേണ്ടത്. എനിക്കിനിയും കുറേ മുന്നോട്ട് പോകാനുണ്ട്. ഡാൻസിങ് ബട്ടർഫ്ലൈ ടെക്നിക്ക് യൂസ് ചെയ്ത് ഓബേക്കിനെ ഡിഫീറ്റ് ചെയ്യാമെന്നായിരുന്നു എൻ്റെ ലക്ഷ്യം. പക്ഷേ അവൻ്റെ ആ പോയ്സണസ് ഫോമിനെതിരെ അത് യൂസ്ലെസ് ആയിരുന്നു. എൻ്റെ മറ്റുള്ള എനിമീസിനൊക്കെ ഇപ്പോൾ ഓബേക്ക് ചെയ്ത പോലെ തന്നെ ഒരു സീക്രറ്റായിട്ടുള്ള ലാസ്റ്റ് ടെക്നിക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എനിക്ക് ഇനിയും സ്ട്രോങ്ങറായേ പറ്റൂ. കാരണം ഇത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രതികാരം ചെയ്യണതിൻ്റെ വെറും തുടക്കം മാത്രമാണ്. അപ്പോൾ തൽക്കാലത്തിന് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്. ഞാൻ ഒരു ചാപ്റ്ററേ ഇന്ന് വീഡിയോ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇത് പെട്ടെന്നുള്ളതായതുകൊണ്ടാണ്.
അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. നമുക്ക് വരുന്ന ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ വീഡിയോസ് സെറ്റാക്കുക. നിങ്ങളാരും ടെൻഷൻ അടിക്കല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേ, ലൈക്ക് ചെയ്യേ, ഷെയർ ചെയ്യേ, കമൻറ്റ് ചെയ്യേ. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയി വരുന്നവർക്കും ബൈ ബൈ.